ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുള്ളൂ. ജി സുധാകരൻ ഒരു നുണയും പറയില്ല. ഞാൻ അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതിയാരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 തൊട്ട് 2011 വരെ. അന്ന് മന്ത്രിമാരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്തും ഈ മനുഷ്യനെ കുറിച്ച് ആദരവോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നിയമസഭയിലെ റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചത് 2008 2009 ഈ ജി സുധാകരനെ കുറിച്ച്. നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നീതിമാനായ ഭരണാധികാരി. 1000 കോടി കിട്ടിയാൽ 140 MLA-മാർക്ക് വീതം വയ്ക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴും ആദരവുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാന്നേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഒരു നിലപാടെടുത്ത് നിന്നു. ഞങ്ങൾ രാഷ്ട്രീയമായ പിന്തുണ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൽ ഒരു അതൊന്നുമല്ല. അത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അപ്പുറത്തുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് കാലിന് ഒരു പരിക്ക് പറ്റി കിടന്ന സമയത്ത് ഞാൻ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അത് ഞങ്ങളിപ്പോൾ ആലപ്പുഴ കൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും. അതൊരു ബന്ധമാണ്. നല്ല ബന്ധമാണ് അദ്ദേഹമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പന്നിയൻ രവീന്ദ്രൻ എനിക്കെതിരെ 2011 മത്സരിച്ച ഞാനും അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ്. ഭയങ്കര സ്നേഹബന്ധമാണ്. വലിയ ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളിവിടെ മത്സരിച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ല രണ്ടുപേരും. ആ സൗഹൃദം ഞങ്ങളിപ്പോഴും പുലർത്തുന്നുണ്ട് ഒരുപാട് ആളുകളുമായിട്ട്. അതുപോലെ ആദരവോടുകൂടി ബഹുമാനം നമ്മൾ ഉള്ള ഒരാളാണ് ജി സുധാകരൻ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്കുപോലും അല്ല. CPM-ന്റെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലായില്ല. CPM-ന്റെ മെറിറ്റ് എന്താണെന്ന് ആ പാർട്ടി നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ. ആ തളിപ്പറമ്പിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. 25 കൊല്ലം അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇപ്പൊ ജില്ലാ സെക്രട്ടേറിയറ്റിലെ നമ്പർ 1 ആണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലേ. അവരാണ് ആന്തൂരിലെ ഷാജന്റെ ആത്മഹത്യക്ക് പിന്നിൽ പ്രേരണയായി നിന്നത് അവരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവരുടെ അർഹത എന്ന് പറയുന്നത് അത് CPM ആണ് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെടില്ല. പക്ഷേ പാർട്ടിക്കകത്താണ് എതിർപ്പ്. പാർട്ടിക്കകത്താണ് അതിശക്തമായ എതിർപ്പുള്ളത്. സ്ഥാനാർത്ഥികളെ ഇപ്പൊ AM ഷംസീറിന് തലശ്ശേരിയിൽ സീറ്റില്ല. അദ്ദേഹത്തിന് ഇത് കൊടുത്തില്ല. വേറെ ചിലർക്ക് കൊടുത്തു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളൊന്നും അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. അവരുടെ പാർട്ടി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് സീറ്റ് കൊടുത്തു. ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സീറ്റ് കൊടുക്കും. അതിലിടപെടാൻ നിൽക്കേണ്ട ആരും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നീ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. നീ രാവിലെ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്തോ പരിപാടിയായിട്ട് ഇന്ന് രാവിലെ. നീ ഇവിടം വരെ എറണാകുളത്തൊന്നും വരില്ല എനിക്കറിയാം. ഞാൻ സേതി പറയാട്ടാ, കളിയാക്കി പറഞ്ഞല്ല.